കേരളത്തിന് മുൻപിൽ മുട്ടുമടക്കി കേന്ദ്രം. അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജിയിൽ വിജയം. കേരളത്തിന് അവകാശപ്പെട്ട 13,608 കോടി രൂപ ഉടൻ അനുവദിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേരളത്തിനുമേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ വികസനത്തെയും ക്ഷേമ പദ്ധതികളെയും തകർത്ത് സർക്കാർ വിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്കേറ്റ കനത്ത പ്രഹരമായി മാറി കോടതി നിർദ്ദേശം. കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ശ്രമിച്ചപ്പോൾ BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി കേരളത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും UDFനും ഇനി എന്തുണ്ട് പറയാൻ? സംസ്ഥാനത്തിൻ്റെ അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചപ്പോഴും അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കാതെ കഷ്ടപ്പെടുത്തിയപ്പോഴും BJPക്ക് കുഴലൂതുകയായിരുന്നു VD സതീശനും സുധാകരനും നയിക്കുന്ന കോൺഗ്രസ്. മലയാളികൾ കഴിഞ്ഞ തവണ കൈത്തെറ്റുപറ്റി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തയച്ച 18 UDF MPമാരിൽ ഒരാൾ പോലും കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം സഭയിൽ ഉരിയാടിയില്ല എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവർക്കു കൂടിയുള്ള തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട്. 5 വർഷം ദില്ലി കേരള വിനോദയാത്ര നടത്തിയ 18 MPമാരിൽ ഏറിയ പങ്കും വീണ്ടും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കൂട്ടർ വോട്ട് ചോദിച്ചു വരുമ്പോൾ കഴിഞ്ഞ 5 വർഷം കേരളത്തിന് വേണ്ടി വാതുറക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യമാവും മലയാളികൾ ഉയർത്തുക എന്നതിൽ സംശയമില്ല. എന്തായാലും 13,608 കോടി രൂപ അനുവദിക്കുന്നതിനപ്പുറം കേരളം ഉന്നയിക്കുന്ന അധിക ആവശ്യങ്ങൾ സംബന്ധിച്ച് ഉടൻ ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. കേരളത്തിൻ്റെ സ്യൂട്ട് പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രം പിൻവലിക്കണമെന്നും കോടതി പറയുന്നു. സ്യൂട്ട് നിലനിൽക്കെ കടമെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തണമെന്ന് വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു. അത് പരിഗണിച്ച് കോടതി ഉചിതമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കും. അടുത്ത സാമ്പത്തിക വർഷം ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കും. കോടതി പരിഗണനയിലുള്ള വിഷയമായതിനാൽ നേതാക്കൾ ഈ വിഷയത്തിൽ പൊതുപ്രസ്താവനകൾ നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. എന്തായാലും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും അർഹമായ വിഹിതം നൽകാതെയും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുവാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന കേരള സർക്കാരിൻ്റെ വാദം ശരിയെന്നു തെളിയിക്കുന്നതാണ് ഈ വിഷയത്തിലെ സുപ്രീം കോടതി ഇടപെടൽ സൂചിപ്പിക്കുന്നത്.